നമസ്കാരം. സാംജി എം ആന്റണി തിരക്കഥ എഴുതി മഹേഷ് മധു സംവിധാനം ചെയ്ത് തിയേറ്റർ റിലീസായി വന്ന എന്ന് സ്വന്തം പുണ്യാളൻ. ബാലു വർഗീസ്, അനശ്വര രാജൻ, അർജുൻ അശോകൻ, രഞ്ജി പണിക്കർ, അൽത്താഫ് സലീം തുടങ്ങിയവരൊക്കെയാണ് പ്രധാന വേഷങ്ങളിലെത്തിയത്. ഈ ചിത്രത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ മൺസൂൺ മീഡിയയിൽ സംസാരിക്കുന്നത്. ചിത്രത്തിന്റെ ട്രെയിലർ കണ്ടപ്പോൾ ഏകദേശം കഥയുടെ ഒരു പശ്ചാത്തലമൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല സിനിമ കാണാനുള്ളൊരു താല്പര്യവും അപ്പോൾ തന്നെ തോന്നിയിരുന്നു. അങ്ങനെയാണ് റിലീസ് ദിവസം ഈ സിനിമ കണ്ടതും. പുണ്യാളൻ മനസ്സ് കവർന്നോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം. ചെറുപ്പക്കാരനായ ഫാദർ തോമസ് ഒരു ഹിൽ ഏരിയയിലെ പള്ളിയിലേക്ക് വരുന്നതും അവിടെ നടക്കുന്ന തുടർ സംഭവങ്ങളുമൊക്കെയാണ് ഈ സിനിമ പറയുന്നത്. അവിടുത്തെ അച്ഛൻ വളരെ സ്ട്രിക്റ്റ് ആണ് എന്നത് കൂടെ ഉണ്ട്. ആ പള്ളി കേന്ദ്രീകരിച്ചാണ് കഥയുടെ ഭൂരിഭാഗം സംഭവങ്ങളും നടക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ ട്രെയിലറിൽ കഥയുടെ പശ്ചാത്തലമൊക്കെ കൃത്യമായി പറയുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിലും ഇവിടെ ഞാനത് പറയണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഇതിൽ ബാലു വർഗീസാണ് ഫാദർ തോമസ് എന്ന കഥാപാത്രമായിട്ട് എത്തുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ കഥാപാത്രത്തിലൂടെ തന്നെയാണ് കഥയുടെ ഭൂരിഭാഗം സംഭവങ്ങളും നടക്കുന്നത്. ഫസ്റ്റ് ഹാഫ് എടുക്കുകയാണെങ്കിൽ പ്രകടനം ഓക്കെ ആയിരുന്നു. ആ സ്പേസ് കുറെ കൂടെ രസകരമാകുന്നത് രണ്ടാം പകുതിയിലാണ്. അപ്പോൾ വേറെയും കഥാപാത്രങ്ങൾ കൂടെ വരുന്നത് കൊണ്ടാകാം ആ ഒരു കോമ്പിനേഷനിൽ ബാലു രസമായിട്ട് തന്നെ തോന്നി. ആദ്യ പകുതിയിൽ വരുന്ന ഈ ടെൻഷൻ മൊമെൻറ്റുകൾ, അതിൻ്റെ തുടർച്ചകളിൽ കോമഡി കൊണ്ടുവരാൻ ശ്രമങ്ങളിലൊക്കെ ഒരു ഓക്കെ ഫീൽ മാത്രമാണ് എനിക്കുണ്ടായത്. ഗംഭീരമെന്നൊന്നും എവിടെയും തോന്നിയില്ല. അനശ്വര രാജനാണ് ചിത്രത്തിൽ മറ്റൊരു പ്രധാന വേഷത്തിലെത്തുന്നത്. കഥാപാത്രത്തെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. കഥാപാത്രത്തിന് തന്നെ അഭിനയിക്കാനുള്ള ഒരു സ്പേസ് കൂടെ സിനിമയിൽ ഉണ്ടായിരുന്നു. രസമായി തന്നെ അതൊക്കെ ചെയ്തിട്ടുണ്ട്. ചില ട്രാൻസിഷൻസ് കൊണ്ടുവന്നതും കൺവിൻസിംഗ് ആയി തന്നെ പോയിട്ടുണ്ട്. അർജുൻ അശോകൻ സത്യം പറഞ്ഞാൽ ഈ സിനിമയുടെ പ്രകടനം നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ പോസിറ്റീവ് എന്നത് അർജുൻ അശോകൻ തന്നെയാണ്. ഒരു ക്രൂഷ്യൽ മൊമെൻറ്റിലാണ് ഈ കഥാപാത്രം കഥയിലേക്ക് വരുന്നത്. അതുവരെ സിനിമയുടെ ഒരു ഒഴുക്ക് നോക്കിയാൽ കുറെ കൂടെ സ്മൂത്ത് ആകുന്നുണ്ട് ഈ കഥാപാത്രം വന്നു കഴിയുമ്പോൾ എന്ന് തന്നെ പറയാം. അതിൽ പ്രകടനം തന്നെയാണ് എടുത്തു പറയേണ്ടുന്ന കാര്യവും. ആ ചിരിയും വർത്തമാനവും ഒക്കെ ആയി തുടങ്ങി ഒരു ക്യൂരിയോസിറ്റി നിലനിർത്തി തന്നെ കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട് ഉടനീളം. രഞ്ജി പണിക്കർ, പള്ളിയിലെ അച്ഛനായിട്ട് വരുന്ന വ്യക്തി, അൽത്താഫ് സലീം എന്നിവരും അവരുടെ റോളുകളോട് നീതി പുലർത്തി എന്നാണ് അനുഭവപ്പെട്ടത്. ചെറിയ ചിരികളൊക്കെ സമ്മാനിക്കുന്നുമുണ്ട്. ഒരു വലിയ മുറിയിലാണ് കഥയുടെ ഭൂരിഭാഗം സംഭവങ്ങളും നടക്കുന്നത്. അപ്പോഴും കാഴ്ചകളിൽ ഒരു റിപ്പീറ്റേഷൻ എന്ന നിലയിൽ വരാതിരിക്കാൻ അണിയറക്കാർ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. അതിൽ വിജയിച്ചിട്ടുമുണ്ട്. നമ്മൾ ഈ പറഞ്ഞ പള്ളിയും അതിൻ്റെ ചുറ്റുപാടുകളും ഒക്കെ രസമായി തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആർട്ട് വർക്ക് എടുത്തു പറയുന്ന ഒരു കാര്യമാണ്. സാം CS-ന്റെ പശ്ചാത്തല സംഗീതം, പള്ളിയുടെ ഒരു ആംബിയൻസ്, കഥയിൽ കൊണ്ടുവരുന്ന മിസ്റ്ററി, പ്രത്യേകിച്ച് അർജുൻ അശോകന്റെ കഥാപാത്രം വരുന്നത് മുതലൊക്കെ പശ്ചാത്തല സംഗീതം നല്ല സ്മൂത്ത് ആയി തന്നെയാണ് പോയത്. കഥ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ചിലതൊക്കെ നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതുകൊണ്ട് ആദ്യ പകുതി ശരിക്കും സ്ട്രഗിൾ ചെയ്യുന്നതും കാണാം. കഥയിൽ കാര്യമായ സംഭാവനകൾ നൽകാത്തത് എന്ന നിലയിലുള്ള സംഭവങ്ങളെ കൂടെ ചേർത്ത് വയ്ക്കുന്നുമുണ്ട്. മൂന്നാമത്തെ കഥാപാത്രം കൂടെ വരുമ്പോഴേക്കും അത്യാവശ്യം എൻഗേജിങ് ആക്കി കൊണ്ടുപോകാൻ സാധിച്ചു എന്നിടത്ത് എന്ന് സ്വന്തം പുണ്യാളൻ കുറച്ച് ചിരികളൊക്കെ സമ്മാനിക്കുന്ന ഒരു വാച്ചബിൾ സിനിമയായിട്ട് മാറുന്നതുമുണ്ട്. പഴയ ഒരു സംഭവമൊക്കെ ആയിട്ടൊരു കഥ പറയുന്നുണ്ട് ഈ സിനിമയിൽ. അതിൻ്റെ വിഷ്വൽസ് ഒക്കെ കൊള്ളാം. അവസാനം ഈ പള്ളിയിലെ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ വരുന്നതിലും വിഷ്വൽസ് നല്ല രസമായി തന്നെ അനുഭവപ്പെട്ടു. എനിക്ക് മൊത്തത്തിലൊരു ഓക്കെ സിനിമ, വാച്ചബിൾ സിനിമയായിട്ടാണ് എന്ന് സ്വന്തം പുണ്യാളൻ അനുഭവപ്പെട്ടത്. പ്രത്യേകിച്ച് രണ്ടാം പകുതിയാണ് കൂടുതൽ ഇഷ്ടമായതും. നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുന്നു വരുന്നു. അപ്പോൾ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.